ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ നമ്മുടെ ആദർശിന് ഭയങ്കര സംശയമാണ്. ഇപ്പം ദേവയാനിയാണോ നയനയാണോ അതോ നയനയുടെ വീട്ടുകാരാണോ കള്ളം പറയുന്നതെന്ന് അറിയില്ല. ആരാണ് തന്നെ കോമാളിയാക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ അതേപോലെയുള്ള സാഹചര്യത്തിലൂടെയാണ് കേട്ടോ ആദർശിനി കടന്നു പോകുന്നത്. ഒന്നും അങ്ങോട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല നമ്മുടെ ആദർശിന്. അപ്പൊ അതിനോടൊപ്പം തന്നെ SI സെലക്ഷൻ കിട്ടിയ നമ്മുടെ നന്ദു ക്യാമ്പിലേക്ക് പോവുകയാണ്. അപ്പൊ ക്യാമ്പിലേക്ക് പോകുന്നതിന്റെ മുന്നോടിയായിട്ട് തന്നെ നന്ദുവിനെ വിളിച്ചൊരു ഗംഭീര സദ്യ തന്നെ കൊടുക്കുകയാണ്. ആര്? നമ്മുടെ അനാമിക. അത് വലിയൊരു ടിസ്റ്റ് തന്നെയാണല്ലേ. അനാമിക എന്തുകൊണ്ടായിരിക്കാം നന്ദുവിനെ വിളിച്ച് സദ്യ കൊടുക്കുന്നത്? നിങ്ങൾ ജനറൽ പ്രമോ കണ്ടു കാണുമല്ലോ. അതിൽ നമ്മുടെ അനാമിക നല്ല രീതിയിൽ തന്നെയാണ് നന്ദുവിനോട് സംസാരിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ വഴക്കൊക്കെ അങ്ങ് തീരട്ടെ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനു പിന്നിൽ നമ്മുടെ അനിയുടെ കുറച്ച് കളികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അനി ഇതിന് പിന്നിൽ നിന്ന് കുറച്ച് കളിയൊക്കെ കളിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അനാമിക ഇങ്ങനെ ഒരു ട്രീറ്റ് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ട്രീറ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സദ്യയൊക്കെ വിളമ്പി കൂട്ടാൻ തയ്യാറായത്. ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അനാമിക തയ്യാറാവില്ല. അമ്പിലും വില്ലിലും ഒന്നും അടിക്കില്ലായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് ടിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാല്ലേ. അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മുടെ അനാമിക വീട്ടിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ അനാമികയ്ക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ. അനാമിക വീട്ടിലേക്ക് കടന്നു വരുന്നതും കാണുന്നതും നയനയാണ്. അപ്പൊ നയനയെ കണ്ടു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോകുന്ന പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നയന ഇല്ല എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് രേവതിയും വേണുവും കൂടി അനാമികേനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. അപ്പൊ അനാമിക ഇത് കണ്ട ഉടനെ തന്നെ അനാമികയ്ക്ക് മനസ്സിലായി ദേവയാനി തന്നെയാണ് നയനയെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന്. അങ്ങനെ ജലജയും ജാനകിയും പറയുകയും ചെയ്തു, എന്താന്ന് എനിക്ക് അറിയില്ല മോളെ, അവളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ല. ഏടത്തി ചോദിക്കുമ്പോൾ പറയുന്നത് ആദർശ് മോന് വേണ്ടിയാണെന്ന. ആദർശിന് വേണ്ടി ഇതുപോലെ ത്യാഗം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഏടത്തിക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ ആ മരുമകൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജാനകി പറയുന്നുണ്ട്. ഇത് പ്രകാരം അനാമിക പോയി ദേവയാനിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മയ്ക്ക് ഇഷ്ടമല്ലേ, അമ്മയ്ക്കെന്നല്ല സോറി വല്യമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്തിനാണ് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്? ഇതിന്റെ കാര്യം ഉണ്ടായിരുന്നോ? പറ്റിയ അവസരമല്ലായിരുന്നോ? ഇത് വല്യമ്മ വിനിയോഗിക്കല്ലായിരുന്നോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പം അത് പിന്നെ മോളെ വിഷു വരാൻ പോവല്ലേ, വിഷു വരാൻ പോകുമ്പം അവളെ കൊണ്ട് ഒത്തിരി ഉപയോഗം നമുക്കുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവളിപ്പം മൂർത്തീസ് ജ്വല്ലറിയിലെ ചീഫ് ഡിസൈനറാണ്. അപ്പം ചീഫ് ഡിസൈനർ ആയതുകൊണ്ട് തന്നെ അവള് നമ്മുടെ ജ്വല്ലറിയിൽ വേണം വിഷുവിന്. അറിയാലോ, മത്സരിച്ചുകൊണ്ടിരിക്കുക ജ്വല്ലറികൾ തമ്മിൽ. അതും കുത്തനെ ആ സ്വർണത്തിന്റെ വില ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എത്ര വില കയറിയാലും ആവശ്യക്കാർ കൂടുതലാണ് സ്വർണത്തിന്. അതുകൊണ്ട് തന്നെ ഈ നയന കളക്ഷൻസ് അന്വേഷിച്ച് ഒരുപാട് പേര് വരും വിഷുവിന്. അപ്പൊ ഇവൾ അവിടെ പോയി നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ സെയിൽ നടക്കില്ല. അത് മാത്രമല്ല വിഷുവിന് നല്ല രീതിയിൽ തന്നെ കച്ചവടം ഉണ്ടാകത്തില്ല. അതെനിക്ക് ഉറപ്പായ കാര്യമാണ്. അത് ആരെയാ ബാധിക്കുന്നത്? അത് ഈ അനന്തപുരി തറവാട്ടിലെ ഓരോ അംഗങ്ങളെയും ബാധിക്കും. പ്രത്യേകിച്ച് ആദർശ് മോനാണല്ലോ എല്ലാം ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പൊ എന്റെ മോന്റെ വിജയം കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനിപ്പോ അവളുടെ ആവശ്യം വേണ്ടി വന്നാൽ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരിക അല്ലാതെ വേറൊരു നിവൃത്തിയില്ലല്ലോ എനിക്ക്. വിഷു ഒക്കെ കഴിയട്ടെ, പതിയെ ഞാന് നയനെയും ആദർശിനെയും തമ്മിൽ തെറ്റിക്കും. അവരെ രണ്ടുപേരെയും തമ്മിൽ തല്ലിച്ചിട്ട് ഒരു ദിവസം ആദർശ് തന്നെ അവളെ വീട്ടിൽ കൊണ്ടാക്കും. ആ ഒരു ദിവസത്തിന് വേണ്ടിയാ ഈ വല്യമ്മ കാത്തിരിക്കുന്നത് എന്നിങ്ങനെ പറയാട്ടോ നമ്മുടെ അനാമികയോട്. അനാമിക ഇത് വിശ്വസിച്ചു. അനാമിക വിശ്വസിക്കാതെ വേറെ നിവർത്തിയില്ലല്ലോ. അതിനിടയ്ക്ക് പറയുന്നുണ്ട് നമ്മുടെ ദേവയാനി, മോളെ ഇത് മാത്രമല്ല ഇനി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് പിന്നില് അമ്മ പതുക്കെ വല്യമ്മ പതുക്കെ മോളോട് പറഞ്ഞു തരാം. അതിനോടൊപ്പം തന്നെ മോളും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മോൾ അനിയെ സ്നേഹിക്കണം. മോൾ അനിയെ സ്നേഹിച്ച് അനിയെ മോളുടെ വശത്താക്കണം. പിന്നെ മോള് പറയുന്നതെല്ലാം അനി കേൾക്കും, അറിയാലോ. അതുകൊണ്ട് മുത്തശ്ശിയും കൂടെ ഒരു ഡിമാൻഡ് ഇട്ടിരിക്കുക. ഇനിയിപ്പം അനിയും മോളും തമ്മിലുള്ള വഴക്ക് ഇങ്ങനെ മൂർച്ഛിക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെ ഡിവോഴ്സ് നടപ്പിലാക്കി തരാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യണം. അനിക്ക് 3 ബ്രാഞ്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ഒരു ബ്രാഞ്ചും കൂടെ കൊടുക്കാൻ പോവാന്നാ പറഞ്ഞേക്കുന്നേ. അതുകൊണ്ട് തന്നെ ഈ ബ്രാഞ്ചുകളുടെ നേതൃത്വം മോൾക്കും കൂടിയാ വരാൻ പോകുന്നത്.
അപ്പൊ പിന്നെ മോള് പിന്മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ? നയന കയറി പിടിച്ചത് എവിടെയാണോ അവിടെ തന്നെ മോളും കയറി പിടിക്കണം. പതുക്കെ പതുക്കെ ബ്രാഞ്ചുകളെല്ലാം മോള് കൈക്കലാക്കണം. മനസ്സിലായല്ലോ ഞാൻ പറയുന്നത് എന്താണെന്ന്? മോള് ഡിസൈനൊക്കെ വരച്ച് നല്ല രീതിയിൽ തന്നെ ഈ ഡിസൈനർ ആയി കഴിഞ്ഞാലേ മോൾക്ക് നയനയുടെ പദവി കിട്ടും. നയനയുടെ ആ ഒരു സ്ഥാനം തന്നെ മോൾക്ക് കിട്ടുമ്പോ പിന്നെ മോൾ എന്തിനാ ഈ വീട് വിട്ട് ഇറങ്ങുന്നത്? പിന്നെ ഞാനീ മോളുടെ പുറകെ തന്നെ വന്നോളും. അതിനുള്ള കുറച്ച് പൊടിക്കൈകൾക്ക് ഞാൻ പറഞ്ഞു തരാമെന്നും പറഞ്ഞ് നമ്മൾ അനാമികനെ സോപ്പിട്ട് വശത്താക്കി കേട്ടോ. ജലജയാണെങ്കിലും ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. അഭി അതിലും വല്ലാത്ത അവസ്ഥയിലാണ്. അഭിയാണെങ്കിൽ പതുങ്ങിയും പാത്തും ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ആദർശ് നേരെ ജയനോട് ചെന്ന് പറയുന്നുണ്ട്, അച്ഛ എന്താണെന്നറിയില്ല, അഭിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അവൻ ഓഫീസിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലല്ല, വർക്കൊന്നും ചെയ്യുന്നില്ല. അവൻ എന്തോ ടെൻഷനും തലയിൽ കയറ്റിക്കൊണ്ടാണ് നടക്കുന്നത്. ഇതിനിടയിൽ അവൻ നവ്യയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നവ്യയെ വിളിക്കുകയും നവ്യ എന്നെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഫുഡ് മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നിൽ എന്തെങ്കിലും കാണില്ലേ എന്നാ എനിക്ക് തോന്നുന്നത്. ഏതായാലും ഒരു അന്വേഷണം നടത്തണം. അഭിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അവൻ എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജയൻ പറഞ്ഞു, ഇനിയിപ്പം നവ്യമോളുടെ പ്രാർത്ഥന ഫലിച്ചു കാണുമോ? പ്രാർത്ഥനയുടെ ഫലമായിട്ടാണോ ഇനിയിപ്പോ ഇവന്റെ സ്വഭാവത്തിന്റെ മാറ്റം എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും അഭി അങ്ങനെ മാറത്തൊന്നുമില്ല. ഇത് വേറെ എന്തോ കള്ളക്കളികൾ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ അഭിയുടെ കള്ളക്കളി എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആ കുഞ്ഞിനെ ഇനി എന്ത് ചെയ്യും? കുഞ്ഞുമായിട്ട് അനന്തപുരി തറവാട്ടിലേക്ക് കയറി വരാനെങ്ങാനും പറ്റുമോ നമ്മുടെ അഭിക്ക്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? നവ്യയുടെ അവസ്ഥ എന്തായിരിക്കും? ഏതായാലും ഉടനെ തന്നെ നമ്മുടെ അഭിയുടെ അവിഹിതത്തിലുണ്ടായ ആ കുഞ്ഞ് അനന്തപുരി തറവാട്ടിലേക്ക് കടന്നു വരും. അതിനും കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഏതായാലും അടുത്ത ആഴ്ചയും അതിന്റെ അടുത്ത ആഴ്ചയൊന്നും ആകാൻ വഴിയില്ല. ആ പെൺകുട്ടി മരിക്കുകയും ചെയ്യും കേട്ടോ. അതിന് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആണെന്നാണല്ലോ പറഞ്ഞത്. അതിനു മുമ്പായിട്ട് തന്നെ ആ പെൺകുട്ടി നമ്മുടെ ആദർശിനെ പോയി കാണുകയും ആദർശിന്റെ എന്താ പറയാ, ആദർശിന്റെ ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ അഭിയുടെ കുട്ടിയായിട്ടല്ല അനന്തപുരി തറവാട്ടിലേക്ക് ആ കുട്ടി കടന്നു വരുന്നത്. അത് ആരുടെ കുട്ടിയായിട്ടാന്നൊക്കെ ഞാൻ പതുക്കെ നിങ്ങളോട് പറഞ്ഞു തരാമേ. അപ്പൊ ഏതായാലും ഈ സമയത്താണെങ്കിൽ നമ്മുടെ നയനയും ദേവയാനിയും ആരും അറിയാതെ ഇങ്ങനെ സ്നേഹിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ആദർശിന് കുറച്ച് സംശയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആദർശ് ഇവരെ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ആദർശിന് അങ്ങോട്ട് പിടികിട്ടുന്നില്ല, എന്താണ് അവസ്ഥ എന്ന് അങ്ങോട്ട് നന്നായിട്ട് ക്ലിയർ ആവുന്നില്ല. ഇവര് മുക്കിലും മൂലയിലും വെച്ച് സംസാരിക്കുകയും അതുപോലെ ഓഫീസിൽ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈ ബൈ ടാറ്റയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആദർശ് ഉടനെ കണ്ടുപിടിച്ചോളും. ഇതിനിടയ്ക്കാണ് നമ്മുടെ നന്ദുവിന്റെ ആ ഒരു ഇത് വരുന്നത്, ക്യാമ്പ്. അപ്പൊ ക്യാമ്പിലേക്ക് പോകണം. ക്യാമ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ നയനയും അതുപോലെ തന്നെ ദേവയാനിയും കൂടെ തീരുമാനിക്കുകയാണ് ഇങ്ങോട്ടേക്ക് വിളിക്കണമല്ലോ. അപ്പൊ വിളിക്കുന്ന കാര്യം അനി അറിഞ്ഞു. അപ്പൊ അനി അറിഞ്ഞിട്ട് അനി നമ്മുടെ അനാമികയോട് ചെറിയൊരു ഭീഷണിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഭീഷണിയൊക്കെ മുഴക്കിയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നീ അവൾ വരുമ്പോൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നീ എന്ത് പറയുന്നു അത് ഞാൻ നിനക്ക് മേടിച്ചു തന്നിരിക്കും. അത് മാത്രമല്ല, നിന്നെ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിച്ചു. നീ അവൾ വരുമ്പോൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്നെ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിക്കുകയും അതുപോലെ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ കുറച്ച് ഡിമാൻഡ് വെച്ചല്ലോ, ഇവർ തമ്മിൽ സ്നേഹത്തിലല്ലെങ്കിൽ ഡിവോഴ്സ് എന്ന ആ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നത്. അപ്പം നമ്മൾ സ്നേഹത്തിലല്ലാന്ന് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ പറയുകയൊക്കെ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കാരണം നമ്മുടെ അനാമികയ്ക്ക് എന്താ നന്ദുവിനെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. അങ്ങനെ നന്ദുവിനെ ദേവയാനി വിളിക്കുന്നുണ്ട്. ദേവയാനി വിളിച്ച് മോൾ ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദ്യം നന്ദു മടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേവയാനി പറയുന്നുണ്ട്, മോള് മടിക്കൊന്നും വേണ്ട, ഞാൻ കനകയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, മോൾ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ഓർത്തുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല, അതിനുള്ള വഴിയൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അത് പ്രകാരമാണ് നമ്മുടെ നന്ദു ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയൊക്കെ വരുന്നത്. ഒരു ചെറിയൊരു സദ്യ ഒരുക്കുകയാണ്. ആ സദ്യ ഒരുക്കുന്നത് ദേവയാനി ആണെങ്കിലും അത് വിളമ്പി കൊടുക്കുന്നതാണ് നമ്മുടെ അനാമിക. അങ്ങനെ അനാമിക എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുകയാണ്, ഇത് ഞാൻ നിനക്ക് വിളമ്പി തരാം, നമ്മളിടയിൽ ഒരു ശത്രുത ഉണ്ടായിരുന്നു, അത് ഏതായാലും ഇവിടം കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ അവസാനിക്കട്ടെ, ഈ ശത്രുത എനിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ശത്രുത അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഭക്ഷണങ്ങളൊക്കെ വിളമ്പി കൊടുക്കുന്നത്. ഏതായാലും എല്ലാവർക്കും വലിയൊരു അതിശയം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ നയനയ്ക്കറിയാം ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ടെന്ന്. ഇതിന്റെ പിന്നിലെ കറുത്ത കരങ്ങൾ അനിയുടെ ആണെന്ന് നയനയ്ക്കറിയില്ല, പക്ഷെ നയനെ അതറിയും. അല്ലാതെ സ്നേഹമൊന്നും വാരി കോരി കൊടുക്കാൻ മാത്രം വിശാല ഹൃദയമുള്ള ഒരാളല്ല നമ്മുടെ അനാമിക എന്ന് നന്നായിട്ട് നയനയ്ക്കറിയാം. ഏതായാലും അനാമികയുടെ ഈ മാറ്റം ജലജയെയും ജാനകിയെയും വല്ലാതെ അങ്ങ് അതിശയപ്പെടുത്തുകയാണ്. അപ്പം ജലജയും ജാനകിയും പറയുന്നുണ്ട്, മോൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്, അവളെ സൽക്കരിക്കേണ്ട കാര്യം മോൾക്കുണ്ടായിരുന്നു, മോൾ ഇത് ചെയ്തത് മോശമായി പോയി, വേണ്ടായിരുന്നു, അതൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പം അനാമിക പറയുന്നുണ്ട്, അത് പിന്നെ
ഞാനിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങളോട് സംസാരിക്കുന്നില്ല. ഇതിന്റെ പിന്നിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായതല്ലേ. ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നൊന്നുമില്ല. ഞാൻ പതിയെ പറയാം, പതിയെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിക്കോളും. ഇപ്പൊ നമുക്ക് ഇങ്ങനെ തഞ്ചത്തിൽ അങ്ങ് പോയാൽ മതി. അവള് പോലീസ് യൂണിഫോം ഇടാനാ പോകുന്നത്, അറിയാലോ. ക്യാമ്പ് കഴിഞ്ഞിട്ട് വരുമ്പോൾ അവള് പോലീസ് യൂണിഫോം ഇട്ട് കഴിഞ്ഞാല് ദേ നമ്മളൊക്കെ എന്താ എങ്ങനെയാവുന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ജാനകി ചോദിക്കും, നമുക്ക് എന്താ കുഴപ്പമിരിക്കുന്നത്, നമ്മൾ കള്ളത്തരം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ജലജയും അനാമികയും അങ്ങനെയല്ല. ജാനകി അങ്ങനെ കള്ളത്തരം ഒന്നും ചെയ്തിട്ടില്ല, ശരിയാണ്. പക്ഷേ ജലജയും അനാമികയും അങ്ങനെയല്ല. അവര് കള്ളത്തരത്തിന്റെ അങ്ങേയറ്റം ചെയ്തവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വേണുവും ഒരു ക്രിമിനലാണ്. അപ്പൊ ഇതൊക്കെ വെളിയിൽ വരും, വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഐഡിയയും കൂടിയാണ് നമ്മുടെ അനാമികയുടെ കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് അടുത്ത ആഴ്ച വരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ അടിപൊളി വിശേഷം തന്നെയാണ്. അപ്പൊ നമുക്ക് നാളെയും വിശേഷം ഉണ്ട് കേട്ടോ. നമ്മളെ നാളത്തെ ഫുൾ വിശേഷം രാവിലെ കറക്റ്റ് 7:30 തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷം നമ്മൾ ഉച്ചയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കിടപ്പുണ്ട് ഇതിൽ. ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഇനിയിപ്പോൾ ഓരോ ദിവസവും ലിസ്റ്റുകൾ നിറഞ്ഞ ഓരോരോ എപ്പിസോഡുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഥ ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്. ഇഷ്ടമുള്ളവർ കേൾക്കുക. പിന്നെ നമ്മൾ ഇതൊന്നും കൂടുതൽ അങ്ങോട്ട് ആഴത്തിൽ ഇറങ്ങി ചെന്ന് എന്താ പറയുക, നമുക്ക് വലിയ മാതൃകയൊക്കെ ആക്കാതിരിക്കുക. കാരണം നമുക്കിതൊരു എന്റർടൈൻമെന്റ് ആണ്. ആ ഒരു രീതിയിൽ തന്നെ എല്ലാവരും എടുക്കുക കേട്ടോ. അപ്പൊ ചിലവരിങ്ങനെ അതിൽ കിഴിഞ്ഞു നോക്കിയിട്ട് ഓരോ ഭാഗങ്ങൾ ചികഞ്ഞെടുത്ത് കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. കുറ്റമുണ്ട്, കുറവുണ്ട്, അതൊക്കെ ഉണ്ട്, ശരിയാ, എനിക്കറിയാം. പക്ഷെ നമ്മളൊക്കെ ഇതൊരു എന്റർടൈൻമെന്റ് ആയിട്ടാണല്ലോ കാണുന്നത്. അപ്പൊ അതായിട്ട് എല്ലാവരും കാണുക, അംഗീകരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.